ഞാൻ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്യാൻ പോണ ഒരു വീഡിയോ ഉണ്ട്. ഷമ്മയുടെ എൻഗേജ്മെന്റ് പോകുമ്പോഴാണ് അവരോട് പറയാ ഞാനും വരുന്നുണ്ടെന്ന്. എന്നിട്ടത് ഫിസാണ് ഇത് കാണേണ്ടത്. ഷമ്മാസിന്റെ റിയാക്ഷനാണ് ഞാൻ ഏറ്റവും വെയിറ്റിംഗ്. ഫുൾ ഫാമിലി ആയിട്ട് ജില്ലാണ് എല്ലാവരും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ആകെ വേർത്തൊരു ഇതായിട്ടാ. അപ്പം ഇൻഷാല്ലാ രാത്രി പോവാണ്. ഉമ്മച്ചി ഫൈമ് പാച്ചൊക്കെ ഉണ്ട്. അവർക്കൊന്നും അറിയില്ല വരണത്. നേരെ എയർപോർട്ടിൽ ചെന്നിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കും. കാരണം വരില്ലാന്ന് അവർക്ക് ഏകദേശം ഉറപ്പായി. കാരണം വിസ കാര്യങ്ങളായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് പോകുന്നത്. ക്യാൻസൽ അടിച്ചിട്ടാണ് പോകുന്നത്. അവരെന്നിട്ട് വിസ അയച്ചു തരും. ആ വിസയിൽ വേണമെങ്കിൽ കയറി വരാൻ. കുറച്ച് റിസ്കി കാര്യമാണ്, പക്ഷേ പോയേ പറ്റൂ. അപ്പം അതുകൊണ്ട് തന്നെ അവർ ആരും പ്രതീക്ഷിക്കണില്ല വരുമെന്ന്. പക്ഷേ പോണം. അതെ, ഇറങ്ങിയായി ഷമ്മയുടെ എൻഗേജ്മെന്റ്. ഫുൾ ടീം ഉണ്ടാവും, ഒരൊറ്റ ആളൊഴികെ റൌഫിന് അവൻ്റെതായ കുറച്ച് പ്ലാൻസ് ഉള്ളതുകൊണ്ട് നാട്ടിൽ വരാൻ പറ്റില്ല. ഒരാൾ മാത്രം മിസ് ചെയ്യും. ബാക്കി ഫുൾ ടീമുണ്ട്. എന്നെ അവർ തീരെ പ്രതീക്ഷിക്കുന്നില്ല, ഫിസ ആയാലും ഷമ്മാസ് ആയാലും. പക്ഷെ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തോണ്ട് ഒരു പോക്ക് പോകാൻ പോവാണ്. റൌഫേ, എന്താ പറയാനുള്ളത്? ഇല്ലടാ ഇല്ലടാ കല്യാണം അതാ കെട്ടി ഉറപ്പിക്കൊക്കെ കഴിഞ്ഞ് ഫാത്തിമയും ഫഹദും എന്താ വേണ്ട ചോദിച്ചപ്പോൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു തന്നിട്ടാ ഡി ലബാൻ. അത് മതി എന്നാ പറഞ്ഞു രണ്ടുപേരും. എന്നാൽ പിന്നെ അതായിക്കോട്ടെ. അപ്പോൾ ഉമ്മച്ചിക്ക് പാച്ചുവിനും ഫൈമിനൊക്കെ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മളിവിടുന്ന് പോവുക, അവരെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എൻ്റെ പെട്ടി കാണിച്ചു കൊടുക്കും. എന്നാൽ പിന്നെ പോവല്ലാണ്ട് ചോദിക്കാല്ലേ. എയർപോർട്ടിൽ പോവാണ്. അതിന് ഉമ്മച്ചീനെയും ഫൈമിനെയും പാച്ചുവിനും ഒക്കെ അവിടെ പോയിട്ട് പിക്ക് ചെയ്യണം. അപ്പോൾ പോകുമ്പോഴാണ് അവരോട് പറയാ ഞാനും വരുന്നുണ്ടെന്ന്. അങ്ങനെ ഫൈമ് പോവാണ്. എടാ ഷൂവിൻ്റെ റിവ്യൂ പറയേ. പാച്ചു ഫസ്റ്റത്തെ ബാക്കിക്ക് വെച്ചോ. എന്നാല് ഫസ്റ്റത്തെ ബാക്കിക്ക് വെച്ചോ. എടാ അതിൽ ഒരു ഇതുണ്ടാവും കേട്ടോ, നീക്കി വെച്ചോ. അതിലൊരു പെട്ടി ഉണ്ടാവും, നീക്കി വെച്ചോ. അതൊക്കെ പറയാ ആയോ. കാക്കുണ്ട് ഫൈമേ, ഞാൻ വരുന്നുണ്ട്. എന്താ എന്നിട്ടത് അപ്പൊ ഇൻഷാല്ലാ അടുത്തിരുത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട്. എൻ്റെ പേര് ഫാലാറ്റ്. ഓക്കെ, ഫ്ലൈറ്റ് ഓടിക്കുന്നത് വെള്ളമൊക്കെ ഇട്ട് നമ്മുടെ സുഹൃത്താ. പേരെന്താണെന്നറിയോ? ഇല്ല, പൈലറ്റ്. ഇതാദ്യം ഓടിക്കും, ലൈസൻസ് ഉണ്ടാക്കട്ടെ ഓടിക്കാൻ പറ്റിയ. അപ്പോൾ കേട്ടാ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഫൈമോയെ പോലെ ഫുൾ എക്സൈറ്റഡ് ഉണ്ടോ? ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചെക്കൻ തുടങ്ങി തുള്ളിച്ചാടല്. ഞങ്ങളെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഫിസയാണ് ഇത് കാണേണ്ടത്. ഞങ്ങൾ തന്നെ ഒരുമിച്ച് ഇതുവരെ ഒറ്റ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് പോയിട്ടില്ല കേട്ടോ. ആകെ ഡൊമസ്റ്റിക് മാത്രമേ പോയിട്ടുള്ളൂ. ഫസ്റ്റ് ഇവരായിട്ടാണ് പോണത്. അറിഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസുകളുടെ മാലപ്പടക്കത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഉമ്മച്ചി പാച്ചു ഫൈമ് ഉപ്പാക്ക് എല്ലാവർക്കും നല്ല കിടിലൻ സർപ്രൈസ് കൊടുത്ത്. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഇനി ബോർഡിങ് പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ കിടക്കുകയാണ്. ഫിസ സർപ്രൈസ് ആവുമോ? സർപ്രൈസ് ആയിരിക്കും. ഞങ്ങൾ തന്നെ സർപ്രൈസ് ആയിരിക്കും. എല്ലാവരും ഞാൻ വരുന്ന വിചാരിച്ചില്ലല്ലോ. എല്ലാവരും സർപ്രൈസ്.
എല്ലാ പ്രോസസ്സും കഴിഞ്ഞതാ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ 4:50 ഫ്ലൈറ്റ്. നാട്ടിൽ 10 മണിക്ക് ലാൻഡ് ചെയ്യും. ഫീസൊക്കെ ഉറങ്ങിയിട്ടാണ്. അപ്പോൾ അവൾക്ക് ഡൗട്ട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് TV വെച്ച ഫോട്ടോ എടുത്തിട്ട് ഞാൻ 1 ടൈം അയച്ചു കൊടുത്ത് 2 മണിയാകുമ്പോൾ. അപ്പോൾ അവൾ വിചാരിക്കുന്നത് ഞാൻ TV കണ്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങുന്നു. ഉമ്മച്ചീനെ അവിടെ ഉറക്കി കിടത്തിയിട്ട് ഒരാൾ വന്നേക്ക് നോക്കി വിശക്കണെന്ന് പറഞ്ഞിട്ട് അതാ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ ബൈ അബുദാബി. ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞ് കാണാം. ചോദിച്ചൊന്നുമില്ല. കാണുന്ന ബാക്കിൽ പാച്ചുവിന് വരാനുള്ള സ്ഥലം കോക്പിറ്റ്. ഇങ്ങോട്ടെത്തണ്ട എല്ലാവരും സെറ്റായി പോന്നൊക്കെയാണ്. അങ്ങനെതാ നമ്മൾ കോഴിക്കോട് ലാൻഡ് ചെയ്ത്. ഹായ് നാട്. മഴ ഉണ്ടായിരുന്ന ഉറങ്ങിയ ഫൈമ ശരിക്ക്? ഒരു ബോധമില്ലാണ്ട് കിടന്ന് ഉറങ്ങിയിരുന്നല്ലോ ഈ. തീരെ ഉറങ്ങിയില്ലല്ലോ പാച്ചോ. 3 ട്രോളി ഫുള്ള് പെട്ടികൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് പോവാണ്. പറഞ്ഞ വഴിക്ക് ഭക്ഷണക്കാരൊക്കെയാണ്. ചോറ് വെച്ചിട്ട് തുടങ്ങാം. എന്തായി വന്നവള്? പൈപ്പിൻ്റെ എടുക്ക. അവള് വന്നിട്ട് വന്നാ അത് അവളടുത്തേക്ക് പോവാണ്. എന്തേ മാസ്റ്റർ ബ്രെയിൻ കഴിഞ്ഞ് ഞങ്ങളൊക്കെ. അപ്പോൾ അതാ ഇനി ഇതാ പാത്തു റൂമിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പാത്തുവിന് ഒരു എൻട്രി കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ പോകണ്ട. പാത്തുനിന്ന് ഫ്ലൈറ്റ് കയറേണ്ട തൊട്ട് മുമ്പ് മെസ്സേജ് ചെയ്തിരുന്നു, ടാടാ എത്താൻ പറ്റില്ല അല്ലേ, ദുവാ ചെയ്യിട്ടാൻ നോക്കാനുണ്ട്. അവൾക്കറിയില്ലല്ലോ ഞാൻ ഫ്ലൈറ്റ് കയറിയിരിക്കുന്നു. കയറിക്കോ, ഞാൻ അതേ കയറിക്കോ. അത് കയറാൻ പോവാണ്. അതാണ് റിയാക്ഷൻ. ഞാൻ ഫ്ലൈറ്റ് കയറാണ്ടിരിക്കുമ്പോ അതേ ദുആ ചെയ്യട്ടാ, കല്യാണത്തിന് കൂടാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ആര് ഇല്ല, അവനെപ്പോണ്ട് ഒരു കുരുത്തും ഫാദ്. തുള്ളിക്കളികളൊക്കെ ഇപ്പോഴും ഇവളിങ്ങനെ എന്നോട് ചോദിക്കേണ്ടത് നിങ്ങൾ എത്ര വർഷം അറിയാം. ഷമ്മാസ് കുറച്ച് നേരത്തോടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അവിടെ റൂമിലൊക്കെ എടുക്കണ പോലെ ഇങ്ങനെ കിട്ടുന്ന എനിക്ക് വീഡിയോ കോളൊക്കെ ഇതാടാ ശരിടാ വിഷമൊക്കെ പോലെ ഇങ്ങനെ ആക്കി അഭിനയിച്ച് വെച്ച് മോനെ കണ്ട് വരുത്തിച്ചിട്ടുണ്ട്. ഫിസാക്ക് സർപ്രൈസ് കൊടുക്കാനാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ റൂമിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവരവിടെ ഹാളിൽ നിന്നിട്ട് എല്ലാവരും കൂടുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും. ഫിസാക്ക് സർപ്രൈസ് കൊടുക്കണ പോലെ അഭിനയിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവർ ചെയ്യാൻ പോണത്? എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഒട്ടും ബഹളമാകുമ്പോൾ ഞാൻ കയറി ചെല്ലാനുള്ള പ്ലാന്. എന്തൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട്. ഷമ്മാസ് പാത്തുവിനെ കാണാൻ വേണ്ടി മേലെ കയറിയിട്ടാണ് മേക്കപ്പ് ചെയ്താൽ കാണാൻ വേണ്ടിയിട്ട്. ഇനി അവർ താഴെ ഇറങ്ങണം.
അവിടെ റൂമിൻ്റെ അവിടെ ഡോറിൻ്റെ പിന്നിലൊക്കെയാണ്. ഷമ്മാസിൻ്റെ റിയാക്ഷനാണ് അതിന് ഏറ്റവും വെയിറ്റിങ്. കാരണം ഇതിലിപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും ഏകദേശം ഒരു സൂചന ഉണ്ട് ഞാൻ വരുമെന്ന്. എന്തായാലും ഞാൻ വരില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഷമ്മാസ് മാത്രമേ ഉള്ളൂ. അവൻ്റെ റിയാക്ഷനാണ് എനിക്ക് കാണേണ്ടത്. ഇതായിരുന്നു സർപ്രൈസ്. ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് അവര് എവിടെ ഇരിക്കുക? ഞാനിവിടെ കിടക്കേണ്ടത്. അയ്യോ ഒരു ഇട്ടിടാ എവിടെ ഇരുന്ന് വരാണ്ടിരിക്കാൻ പറ്റുമോരെ? അതവിടെ എന്റെ പാതിരണ്ടില്ല. അതാ പോരെ, ഇവർക്കെല്ലാം അറിയായിരുന്നു. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. വീട്ടുകാർക്ക് ഇനി അടുത്ത് അവരെ ഞെട്ടിച്ചിട്ട് കാണാം. നേരെ ഉമ്മാനിപ്പാനെ പോയി ഞെട്ടിക്കാൻ പോകാൻ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എന്തേ? അവിടെ വന്നപ്പോഴാണ് പടച്ചവനാണ് അതില് വീഡിയോ ഉണ്ട്. ആർക്കും അറിയില്ല. ഉമ്മാക്കും ഉപ്പാക്കും എല്ലാം അറിയില്ലായിരുന്നു. പെട്ടി കണ്ടപ്പോഴാണ് അവരറിഞ്ഞത്. ഞാൻ അവരൊപ്പം പക്ഷെ അവൻ പറയണതാണ്. ഉപ്പാടെ വീഡിയോ ഒക്കെ ഉണ്ട് ഇങ്ങനെ നെറ്റാണ്. ഇക്കുപ്പ ചോദിക്കുമ്പോ എന്തുട്ടോ ഞാൻ പറയാ ഞങ്ങൾ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് എനിക്ക് എന്താ പറയാറില്ല. അപ്പൊ ഞാൻ അപ്പളെ അതതിനും കണ്ടെത്തി. പിന്നെ ഞാൻ എന്തുട്ടാ പറയാ. ഇനി നേരെ നമ്മള് ഫോട്ടോഷൂട്ടിന്. അതെ, ഇനി അടുത്ത പരിപാടി പിടിക്കാം. അതെ, ഷമ്മയുടെ വീട്ടിലുണ്ട്. ഷമ്മ ഇറങ്ങാൻ നിൽക്കാണ്. ഫുൾ ഫാമിലി ആയിട്ട് ജില്ലാണ് എല്ലാവരും. നമ്മളെ ചെക്കൻ ഫുൾ ഫാമിലി അതിന്റെ നടുവിലെടുത്ത് കിടന്ന് മിന്ന നോക്കിയേ. ഷമ്മാസിനെ തൊടണ്ട, ഷോക്ക് അടിക്കൂട്ടാ. ഈ ദിൽനാടെ കുറച്ച് തള്ളു കേൾക്കാം. ഞാൻ ചുക്കാനെ പറ്റി പറയാ. നീ എന്താ പറയാറ് അതേ പറഞ്ഞാ മതി. അപ്പൊ എന്റെ മൂത്തു മാമയുടെ എൻഗേജ്മെന്റ് ആണ്. നാച്ചുക്കാരെ കുറിച്ച് പറയണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ തീരില്ല. എന്താ പറയണ്ട. നാച്ചുക്കാരെ കുറിച്ച് പറയണെങ്കിൽ ആളൊരു നല്ലൊരാളാണ്. നാച്ചുക്കാർ പറഞ്ഞാൽ നല്ലൊരാളാട്ടോ. നമ്മള് ആളായിട്ട് കമ്പനി നല്ല രസമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു മാമയാണത്. പഠിപ്പിച്ച പോലൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോ സെറ്റ് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങള് 2-3 ദിവസമായിട്ടുള്ള വന്നിട്ട് എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എൻഗേജ്മെന്റ് കണ്ടു കഴിഞ്ഞ പോലെ ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഫാമിലീസ് കാര്യങ്ങളും ആഷിറിന്റെ വക ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിച്ചാൻ. ഞങ്ങള് ടീമായിട്ടായിരുന്നു ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഹാമ്പറൊക്കെ അടിപൊളി. അൽമാസ് കോട്ടപ്പടി ഭരിച്ചിരുന്ന വനവര് കാലത്ത്. അതെ, ഇരിങ്ങാപ്പുറം.
ഷമ്മാസേ എക്സൈറ്റഡ് ആണോ? ഷമ്മാസിന്റെ എല്ലാമായ ഉമ്മച്ചി, ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അവനെ ആഗ്രഹിച്ച ആളെ തന്നെ അവന് കിട്ടിയില്ല. എനിക്ക് എന്താ പറയുക, വാക്കുകളില്ല. അത്ര ബ്രൈഡ്സ് മെയ്ഡിന്റെ തലവൻ. ഞാൻ പറയണ ഇത് പിടിച്ചിട്ടാ ഷമ്മാസിനെ വെച്ചിട്ടാ പറഞ്ഞ കൂടി പോവും. ചക്കര ചെറുപ്പം തൊട്ട് അറിയണതാ, കുറച്ച് വിഷയാ. പക്ഷെ ചക്കര പെണ്ണൊക്കെ കിട്ടി, സെറ്റായി. ഹയറ് 10 വർഷത്തെ പ്രണയം അങ്ങോട്ട് അല്ലേ നമ്മുടെ പൂവണിക്ക്. ഞാൻ പരിപാടി ഇനി 1.5 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം, അതിന് വേറെ പരിപാടി. ഏത് അപ്പൊ ആഘോഷിക്കല്ലേ ഷമ്മാസെ മൂക്കൊലിപ്പിച്ചടന്ന ചെക്കൻ പോണെങ്കി ഇപ്പൊ കിച്ചുവാന്റെ പെണ്ണിട്ടി എന്താ പറയാ കിട്ടിയെന്നെ ഇവനൊക്കെ പെണ്ണിട്ട് തന്നെ വിചാരിച്ചിട്ടില്ല. മക്കളെ ആരും പേടിക്കണ്ട, ലോകത്ത് എല്ലാവർക്കും ഇനി പെണ്ണിട്ടും. കാരണം ഷമ്മാസിന് പെണ്ണിട്ടി. ഇവന് പെണ്ണിട്ടിയ കല്യാണം കൂടി ഇട്ടിട്ട് ഷെയ്ക്കണ്ട് എടുക്കുമ്പളേ ഇജ്ജ മനസ്സിലാലേക്കണം എന്താ അറിയോ, അന്നാ അടിക്കാൻ വന്നോക്കല്ലേ അന്ന് തലമണ്ട കൊടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ. അളിയ ഞാൻ കാര്യം പറട്ടെ, അന്ന് പ്രേമം പിടിച്ചിട്ട് അവളിക്ക എന്നെ കാണാൻ അടിക്കാൻ വേണ്ടി വന്നിട്ട് എന്റെ കോളർ പിടിച്ച് പൊക്കിയതാ. ഇതാ ഇക്കാക്ക് ശരിക്കും അതെ ഇനി നമ്മളെ പരിപാടി നോക്കിയാലോ. ഷമ്മാസ് എന്തൊക്കെ കാട്ടിക്കൂട്ടിന് കാണാം. മറ്റേ സാധനം ഇത് ഇങ്ങനൊന്നും അല്ലടാ. ഷമ്മാസ് മിഠായി പോക്കി വെക്കും. ഹലോ വേണ്ട പോലെ കളിക്കണ്ട, എന്റെ ചെക്കന്റെ പരിപാടി വന്ന് അവന്റെ ദിവസം. നമ്മൾ ലട്ടപ്പന്റെ കല്യാണത്തിലാണ്. പരിപാടി പൊട്ടി. ഗൈസ് നമ്മൾ ലട്ടപ്പന്റെ കല്യാണത്തിനാണ് ഇപ്പോ. പാട്ട് പാടാം. മിഷീൻ, തയ്യൽ മിഷീൻ. ഇത് ഷാബാസിന്റെ സ്വന്തം അളിയനാണ്, സൂപ്പർ അളിയനാണ്. ഇത് പ്രൊഫസർ, ഇത് ഡോക്ടർ. അധികപ്പറ്റ്, അതിലും അധികപ്പറ്റ്, അതിലും അധികം. ഷമ്മാസേ ഇവിടെ ഈ തള്ളെന്താണ് ഇങ്ങനെയൊക്കെ നോക്കണം? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. തള്ള കിട്ടും. ഷമാസിന്റെ എൻഗേജ്മെന്റ് ഗൈസ്, നമ്മളാണ് മെയിൻ. അതെ അത് കഴിക്കാൻ പാടില്ല. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന്. അവന്റെ എൻഗേജ്മെന്റ്, ഷമ്മാസിന്റെ എൻഗേജ്മെന്റും ഷഹബാസിന്റെ ഫിസാഡയും നിക്കാഹ് ആനിവേഴ്സറി രണ്ടും കൂടെ വെച്ച് നടന്നു. ഫാദുക്ക പെണ്ണ് കെട്ടുന്നില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നിമിഷത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെന്റ് ആണ്. മതി. നമ്മൾ കാത്തിരുന്നാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരൊന്നായി എന്ന് പറയുമ്പോൾ ഫീൽ സോ ഹാപ്പി. തറവാട്ടിലെല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വന്നേക്കാണ്, ഒരാൾ പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും.
ആരാ കണ്ട കാണിച്ചു അസ്സലാമലൈക്കും. എന്തേ അങ്ങനെ ഷോർട്ട് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഷമമോൻ ചെക്ക പോവാണ്. എന്താ സർപ്രൈസ് ആയിട്ട് വരുന്നത്? സർപ്രൈസിന്റെ ആളാണ്. ഒരു വീക്ക്നെസ് ആണത്. ഇനി ഞാൻ അങ്ങോട്ട് വന്നൊരു സർപ്രൈസ് ആയിട്ട് 2.5 കൊല്ലായി കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴൊരു ത്രില്ലുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരെ കണ്ണിലുണ്ടാകുന്ന പ്രകാശമുണ്ട്. അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. കൂടുതലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചു പോയാൽ അത് ചിലപ്പോൾ കുഴപ്പത്തില്ല.